ഏതോ ഒരാളുടെ പട്ടി വന്ന് ഞങ്ങളുടെ കാറിന്റെ ഉള്ളിൽ കയറി. ഹലോ ഗഡീസ്, അപ്പൊ നമുക്ക് ഗ്ലാമ്പിങ്ങിന് പോയാലോ? ഗ്ലാമ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമ്പിങ്ങിന്റെ അനിയനൊക്കെ ആയിട്ട് വരും. നമുക്കിതില് ടെന്റ് ഒന്നും കൊണ്ടുപോകണ്ട, ഓൾറെഡി അവർ ടെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോയി നിന്നാ മതി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയാലോ? എനിക്ക് ഇവിടുത്തെ ലേണേഴ്സും ഹസാർഡ് ടെസ്റ്റും പാസ്സായി. അപ്പൊ ഞാനിവിടെ എല്ലാം പൊട്ടിച്ചിട്ടാണ് ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ വിന്ററാണ്, പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് 2 മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണല്ലേ. അതാണ് ഈ ഇലയൊക്കെ മഞ്ഞയും ഓറഞ്ചും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക. വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഇത് പോകുന്നത് എവിടെയാണെന്നുള്ളത് ഉജിക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയാൻ പാടില്ല. ഇതിന്റെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 26 അതായത് ഈ സൺഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേക്ക് അരുമോൻ എനിക്കൊരു സർപ്രൈസ് ചെയ്ത് വെച്ചോക്കാണ്. ഏതോ ഒരു സ്ഥലത്ത് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോണത്. എങ്ങോട്ടാണ് പോണെന്ന് എനിക്കറിയാൻ പാടില്ല. യെസ്, അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. എത്താനായിട്ട് 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഡ്രൈവിംഗ് ഒക്കെ ഇങ്ങനെ ഓടിച്ച് പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ നമ്മള് ഓടിക്കുന്നുണ്ട്, കുറെയൊക്കെ ഞാൻ തന്നെ ഓടിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പൊ അരുവാണ് ഡയറക്ഷനൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ പോയോണ്ടിരിക്കുന്നത്. എങ്ങോട്ടാ പോണെന്ന് എനിക്ക് ഒരു പിടുത്തൂല്ല. അപ്പൊ അവിടെ എത്തിയിട്ട് സ്ഥലം പറയാം. ആൽബർട്ട് പാർക്ക്. ഇവിടെയാണ് നമ്മുടെ F1 ഉണ്ടല്ലോ, മെൽബൺ F1. നമ്മള് മെൽബൺ സിറ്റി ഒക്കെ കടന്ന് കുറച്ച് ദൂരം ഓടി കഴിഞ്ഞ് നമ്മള് ജീലോങ് എത്തി. ജീലോങ് എത്തിയപ്പോ നമുക്ക് വിശന്നു, ഓഫ്കോഴ്സ് വിശന്നു. അപ്പൊ നമ്മള് എൽജാനയിൽ കയറി നമ്മുടെ അൽഫാം ചിക്കൻ കഴിക്കാൻ. അപ്പൊ നമ്മള് ലഞ്ചൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഇനി നമ്മുടെ അരുമോനാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. സ്ക്രീൻ നോക്കിയിട്ട് അത് മൊത്തം കിട്ടുന്ന രീതിയിൽ എടുക്കണം കേട്ടോ. ും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വട്ടം അത് നമ്മൾ സാധിച്ചു. അതന്നെ സാധിച്ചു. ഇതിപ്പോ 12 അപ്പോസ്റ്റൽസ് ഒന്നും എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ തുടക്കമായിട്ടുള്ളൂ. കാലാവസ്ഥ നല്ലതാണെങ്കിലും സീ ഒക്കെ ഭയങ്കര തണുത്തിട്ട് തന്നെയൊക്കെ എടുക്കണം. അത് കാരണം കൊണ്ട് ആരും ഇറങ്ങണമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാറ്. പക്ഷെ ഇവിടെ വരെ വെള്ളത്തോ എത്തുന്നുണ്ട്, ചെറുതായിട്ട് എത്തുന്നുണ്ട്.
ചെയ്തതും ഏതോ ഒരാളുടെ പട്ടി വന്ന് ഞങ്ങളുടെ കാറിന്റെ ഉള്ളിൽ കയറി. ബന്ധമുണ്ട് ഞാൻ അവനുമായിട്ട്. അപ്പൊ അരുണിന്റെ സർപ്രൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, നല്ല സ്ഥലം. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ടെന്റുകളായിട്ടാണ് നമുക്ക് കിട്ടിയത്. 6ാമത്തെ ടെന്റാണ്. അപ്പോൾ 6ാമത്തെ ടെന്റിനുള്ള കാർ പാർക്കിങ്ങിന് നമ്മൾ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് നടന്ന അവിടെയുള്ള ഒരു ടെന്റാണ് നമ്മുടെ ടെന്റ്. ഓക്കെ, നമ്മുടെ ടെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ടെന്റ് 6 എന്നുള്ളത്. അപ്പം നമ്മളിവിടെ കുറേ ടെൻ്റൊക്കെ ചുരുട്ടി കെട്ടി നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള പരിപാടിയാണ്. ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഇട്ടിട്ടുണ്ട്, പ്ലസ് അപ്പം തന്നെ ബെഡും. കൊള്ളാം അല്ലേ? ഉണ്ട്. അതിന് ഫാനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മാത്രം തുറന്നാൽ നെറ്റിൻ്റെ ഇതിൽ നമുക്ക് ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അത് ഉണ്ട്. ഇത് നല്ലൊരു വ്യൂ ഉള്ള ഏരിയ ആയിരുന്നു. ഇവിടെ കുറച്ച് നേരം നമ്മൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോൾ വീണ്ടും നമ്മൾ നടക്കാനായിട്ട് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക്. യെസ്, നല്ല ഫോട്ടോസും കിട്ടി. നടന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും, അതുകൊണ്ട് നമുക്ക് വേണ്ട. പക്ഷെ ഇവിടെ തീരെ അങ്ങനെ സൗണ്ടൊന്നുമില്ല. ഭയങ്കര ഇടയ്ക്ക് കിളികളുടെ സൗണ്ടും പിന്നെ പശു ഒച്ചിട്ടുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. നൈസ് കാമിങ്, നല്ല രസമുള്ള ഒരു സ്ഥലം. സൺസെറ്റ് ആയോടുകൂടി ഇപ്പോൾ തണുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഓൾറെഡി കാടിയനും ഈ സാധനമൊക്കെ എടുത്തിട്ട് ഒത്തിരി തണുപ്പ് വരാൻ തുടങ്ങി. സൂര്യൻ പോയോടുകൂടി തണുപ്പായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിലെ കൂടെ ഒക്കെ നടന്ന് ഇവിടെ അടുത്ത് ബീച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് ദൂരം ഉണ്ട്, ബട്ട് ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനാ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ബീച്ചാണ്. അപ്പോൾ ഇപ്പോൾ ബീച്ച് കാണാനായിട്ട് കാണുന്നത്. അപ്പോൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്തിരി നടത്തുണ്ട്. പക്ഷേ നല്ല നടത്തല്ലേ? അരു എന്തായാലും സെലക്ട് ചെയ്ത സ്ഥലം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഭയങ്കര ക്വയറ്റാണ്. സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി പശുവിൻ്റെ ഒക്കെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. പശുവിൻ്റെ കരച്ചിലിൻ്റെ ഒക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. ചന്ദ്രൻ ചേട്ടൻ. നല്ല രസമുണ്ടല്ലോ ഈ സ്ഥലം, ഈ ഒരു ഇതിൽ കാണാൻ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ക്ലൗഡി ഒന്നും അല്ലെങ്കിൽ നമുക്ക് മിൽക്കി വേ കാണാൻ പറ്റുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് അതിനുള്ളൊരു ശ്രമം കൂടി ഉണ്ട്. മിൽക്കി വേ കാണാൻ പറ്റിയാൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടാൽ നല്ലതായിരിക്കും തോന്നുന്നു. നമ്മുടെ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞതാണ് അല്ലേ, അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. അവിടെ നോക്കാം, നല്ലതാണ്. ഇപ്പോൾ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് ഗ്ലാമ്പിങ് ചെയ്തത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തിരിച്ച് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച വീട്ടിലേക്ക് പോരുകയാണ്. പക്ഷേ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് വഴിയല്ല, വേറെ ഒരു ഉള്ളേരിയ വഴിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് മെൽബൺ സിറ്റി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.